വീഡിയോ എല്ലാവരും കണ്ടല്ലോ. എന്താ കാര്യമൊന്ന് പിടികിട്ടിയോ? ഒരു കല്യാണ വീട്ടിൽ പപ്പടത്തെ ചൊല്ലി വധൂവരന്മാരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള കൂട്ടത്തല്ലാണ്. എന്നിട്ട് ആരാ ഇപ്പൊ ജയിച്ചത്? എന്താ നേടിയത്? ഏതെങ്കിലും ഒരു വീട്ടുകാർക്കൊന്ന് ക്ഷമിച്ചു കൊടുത്തായിരുന്നെങ്കിൽ ആ കല്യാണ വീട് ഇത്രയും അലങ്കോലമാകുമായിരുന്നു. ഇവിടെ നഷ്ടങ്ങളും വേദനകളും ആ ചെക്കനും പെണ്ണിനും മാത്രമാണ്. ഒരുപാട് നാളത്തെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സഫലമായി വന്ന ആ സുന്ദര മുഹൂർത്തത്തിൽ തമ്മിലടിച്ച് നശിപ്പിച്ചില്ലേ? ഇനി മരണം വരെ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള കുത്തുവാക്കുകൊണ്ട് അവർ ജീവിക്കേണ്ടി വരില്ലേ? അടിച്ചവരും അടി കൊണ്ടവരും കണ്ടു നിന്നവരെല്ലാം പിരിയും. ഇവിടെ നഷ്ടങ്ങൾ ആ സഹോദരിക്കും സഹോദരനും മാത്രമാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അവരെ പറ്റി? ഒരുപാട് നാളത്തെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സഫലമാകാൻ കൊതിയോടെ കാത്തിരുന്ന ഒരു സുന്ദര നിമിഷത്തിൽ കുറെ പേരുടെ എടുത്തുചാട്ടത്തിന്റെ പേരിൽ നല്ലൊരു ദിവസമാണ് അവർക്ക് നഷ്ടമായത്. കഴിയോ തിരിച്ചു കൊടുക്കാൻ? ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ആ പെണ്ണിനായിരിക്കും. എന്നും ഇതിനെ ചൊല്ലിയുള്ള കുത്തുവാക്ക് അവൾ സഹിക്കേണ്ടി വരും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നീ വലതുകാലം വെച്ച് കയറി അന്ന് തുടങ്ങിയ പ്രശ്നമാണ്. ഈ വർത്തമാനം അവൾ മരണം വരെ കേൾക്കേണ്ടി വരും. അത് കേൾക്കുന്ന ഓരോ നിമിഷത്തിലും ആ പെണ്ണിന്റെ ഉള്ളറിഞ്ഞിട്ടുള്ള ശാപം നിങ്ങളുടെ തലക്കുമേൽ ഉണ്ടാകും. അത് ഓർത്താൽ നല്ലതാണ്. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇതനുഭവിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റുപാടുമില്ലേ? ഇനി ആ ചെക്കൻ്റെ അവസ്ഥ ആലോചിച്ചൊക്കെ. എന്നും എല്ലാവർക്കും ഇടയിൽ ഒരു പരിഹാസ്യ പാത്രമായ ഒരു കോമാളിയായി അവൻ ജീവിതം ജീവിക്കേണ്ടി വരും. ഇനിയെങ്കിലും അതിര് കടന്ന ദേഷ്യം വരുമ്പോൾ നാം നമ്മളെപ്പറ്റി മാത്രമല്ല ചിന്തിക്കേണ്ടത്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ പറ്റി, അവരുടെ സാഹചര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റണം. ഒരു തവണത്തെ ദേഷ്യത്തിൽ എടുത്തു ചാടിയാൽ 1000 തവണത്തെ സമാധാനത്തിലും ചിലപ്പോൾ തിരിച്ചു കയറാൻ പറ്റാതെ വരും. വാവിട്ട വാക്കും കൈവിട്ട ആയുധങ്ങളും ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുകയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനും കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വഴക്ക്. ഒരു ഹൗസ് വാമിനിടയിൽ വീട്ടുടമസ്ഥൻ 2 സുഹൃത്തുക്കളെ വിളിക്കും. അവർക്കിടയിൽ എന്തോ പറഞ്ഞ് ചെറിയ വഴക്കുണ്ടാകും. അത് വലിയ തല്ലിലേക്ക് മാറും. അവസാനം ഭക്ഷണത്തിൽ വരെ മണ്ണ് വാരിയിട്ട് വന്ന അതിഥികളെല്ലാം ഭയപ്പെട്ടോടുന്ന വല്ലാത്തൊരവസ്ഥ. 18 വർഷം മുമ്പ് നടന്ന കാര്യം എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ പകച്ചു നിന്ന ആ വീട്ടുടമസ്ഥന്റെ ആ വേദന എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഈ വന്നവരെന്തു നേടി? എന്ത് ഉപദ്രവമാണ് ആ കുടുംബത്തിനുണ്ടായത്? ഈ അടുത്ത് തന്നെ എത്രയോ കല്യാണ വീട്ടുകൾ പരസ്പരമുള്ള ചെറിയ പ്രശ്നങ്ങൾക്ക് മേലുണ്ടായ തമ്മിത്തല്ലിൽ എന്തൊക്കെ വിപത്തുകളാണ് സംഭവിച്ചത്. നമുക്ക് ക്ഷമയില്ലെങ്കിൽ, പിടിച്ചു നിൽക്കാൻ കഴിയാത്തവരാണെങ്കിൽ നാം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വീടുകളിലേക്ക് പോകാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കുക. മറ്റുള്ളവർക്ക് ഒരിക്കലും നമ്മളെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ വർത്തമാനം ആരുടെയെങ്കിലും മനസ്സിൽ തട്ടിയെങ്കിൽ ഇനിയെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കട്ടെ. നമ്മളെ കൊണ്ട് ഒരാൾക്ക് പോലും ഉപകാരമില്ലെങ്കിലും ദയവ് ചെയ്ത് ആരെയും ഉപദ്രവിക്കരുത്.